പറയാതെ വയ്യ, ഇത് ഏറ്റവും കഴിവുകെട്ട മന്ത്രിസഭ. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൻ്റെ തലക്കെട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. ഈ അഭിമുഖം പൂർണ്ണമായി വായിച്ചാൽ ഇതൊരു ശരിക്കും ബഡായി പറച്ചിലാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ചില തേൻവാക്കുകൾ കേട്ട് സത്യത്തിൽ നമ്മൾ അന്തം വിട്ടുപോകും. വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ റോഡ് റോളർ റിപ്പയർ ചെയ്യുന്ന കുതിരവട്ടം പപ്പു ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇപ്പം ശരിയാക്കാം എന്ന ഡയലോഗ്. അതുപോലെ അന്ന് ഇപ്പം മന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ട സതീശൻ പക്ഷേ ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ, അതായത് 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മന്ത്രിമാരുടെ പട്ടികയിൽ നിന്ന് ഔട്ടായി. അത് ശരിക്കും വല്ലാത്തൊരു ചതിയായിരുന്നു. തീർച്ചയായിട്ടും നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വമായിട്ടുള്ള വിചാരം ഉണ്ടായിരുന്നില്ല. ഞാൻ ജയിച്ചു വന്നപ്പോൾ ഞാൻ മന്ത്രിയാവുമെന്നൊന്നും വിചാരിച്ചില്ല. എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു നാച്ചുറൽ ചോയ്സായി, സ്വാഭാവികമായ ചോയ്സായി. ജാതി മതം ഞാൻ അത് ആരുടെ പേരൊന്നും പറയുന്നില്ല. എനിക്ക് ഏറ്റവും പ്രൈഡ് മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ പല എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞു, വളരെ അഭിമാനകരമായ നിമിഷം. എന്നോട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള, എനിക്കിഷ്ടമുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ എന്നോട് വിളിച്ചു പറയുന്നു, താങ്കളെ ഞങ്ങൾ പരിഗണിക്കുകയാണ്. ഗ്രൂപ്പ് അതിന് പ്രശ്നമല്ല, ജാതിയോ സമുദായമോ പ്രശ്നമല്ല, ജില്ല പോലും വിഷയമല്ല, സ്വാഭാവികമായ ചോയ്സായി താങ്കളെ പരിഗണിക്കുന്നു എന്ന് പറയുന്നൊരു അഭിമാനം ഞാൻ അങ്ങനെ കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്ക കുത്തിപ്പോയി എന്ന് പറയുന്ന പോലെ സതീശൻ്റെ ആ മന്ത്രിമോഹം സോഹയായി. എന്നാൽ അഭിമുഖത്തിൽ പറയുന്നത് വായിച്ചാൽ ശരിക്കും ചിരിച്ച് നമ്മുടെ ഊപ്പാടിളകും. അതിങ്ങനെയാണ്, അതായത് മന്ത്രിസഭയിൽ സ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നില്ല. ശരിയാണ്. എന്നാൽ ഇനിയുള്ളതാണ് മാസ് ഡയലോഗ്. അതിങ്ങനെയാണ്, വായിക്കാം. അതിൻ്റെ കാരണം ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, അതായത് മന്ത്രിസഭയിൽ സ്ഥാനം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതുകൊണ്ടൊന്നും ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നില്ല. അന്ന് നിയമസഭയിൽ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011-16 നിയമസഭയിൽ സർക്കാരിൻ്റെ പ്രതിരോധത്തിൻ്റെ കുന്തമുന പലപ്പോഴും ഞാനായിരുന്നു. വല്ലാത്തൊരു മാസ് ഡയലോഗായിപ്പോയത്. ശരിയാണ്, കുന്തമുനയായിരുന്നു അന്ന് വി.ഡി. സതീശൻ. പക്ഷേ അത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ സംരക്ഷിക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള കുന്തമുനയായിരുന്നില്ല. അന്ന് വി.ഡി. സതീശൻ ഗ്രീൻ MLMR എന്നൊരു കുറുമുന്നണി തന്നെ ഉണ്ടാക്കി. എന്നിട്ട് അന്നത്തെ UDF സർക്കാരിനെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ, PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, KM മാണിക്കെതിരെ അദ്ദേഹം പറഞ്ഞത് കേൾക്കൂ. വലിയ ശക്തമായ ഒരു മാഫിയ എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, ശക്തമായ സംഘം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതിൻ്റെ പുറകിലുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ളതിൻ്റെ തുടർച്ച തന്നെയാണ്. അവരെ ഞങ്ങൾ ഭംഗിയായി തിരിച്ചറിയുന്നുണ്ട്. അവർ ചില സ്ഥലത്ത് കർഷകരുടെ വേഷം കെട്ടി വരും, ചില സ്ഥലത്ത് വികസനവാദികളായി വരും, അതിനെതിരായി ശബ്ദിക്കുന്നവരെ വികസന വിരുദ്ധരെന്ന് ആക്ഷേപിക്കും. KM മാണി എന്നുള്ള മന്ത്രി, കേരള കോൺഗ്രസ് മന്ത്രി, നിയമവകുപ്പിൽ നിന്ന് തന്നെത്താൻ ഉണ്ടാക്കിയൊരു വിഷയമല്ല. ഇത് മന്ത്രിസഭാ യോഗം കൂടി, മുഖ്യമന്ത്രിയാണ് അത് വ്യക്തമാക്കേണ്ടത്, മന്ത്രിസഭാ യോഗം കൂടി കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ വേണ്ടി ആവശ്യമായ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടി തീരുമാനമെടുക്കുകയും അതിന് KM മാണിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ മന്ത്രിസഭയാണ് തെറ്റായ തീരുമാനമെടുത്തത്. അങ്ങനെ കേരളത്തെ നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി നിലവിലുള്ള ഏത് നിയമങ്ങൾക്കും മാറ്റം വരുത്താനുള്ള തീരുമാനമെടുക്കാനുള്ള പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഈ മന്ത്രിസഭയ്ക്കില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിട്ടിരിക്കുന്നവർ. പക്ഷെ പാർട്ടി സംഘടനാ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ, നയപരമായ കാര്യങ്ങൾ, നയത്തിന് വ്യത്യാസമുള്ള കാര്യങ്ങൾ, കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചു വന്ന നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കമ്പൽഷൻസ് ഓഫ് ഗവേണൻസ് ഉണ്ടാവും, ഭരണത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ അത്തരം വ്യതിയാനങ്ങളുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടണം. എന്തുകൊണ്ടാണ് നടക്കാത്തത്? അത് ചർച്ച ചെയ്തേ മതിയാവൂ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതുവരെ വെച്ചു പുലർത്തിയിരുന്ന ഒരു ട്രാക്കിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളൊരു സംശയം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന സമയമാണ്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയൊന്നുമല്ല, ആഗോളതലത്തിലോ ദേശീയ തലത്തിലോ ഒക്കെ ഉള്ള വിലക്കയറ്റമാണ്. പക്ഷേ അരിയുടെ വില 35 രൂപ 36 രൂപയാണ്. എല്ലാ പലവ്യഞ്ജന സാധനങ്ങളെയും വില കൂടി. ഫാമിലി ബജറ്റുകൾ തകിടം മറിഞ്ഞു. രൂക്ഷമായ വിലക്കയറ്റം ജനജീവിതത്തിൽ സാരമായ തരത്തിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. മാർക്കറ്റിൽ ഇൻ്റർവീൻ ചെയ്യാനുള്ള ചുമതല ഈ ഗവൺമെൻറ്റിനുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല, നമ്മുടെ ത്രിവേണി സ്റ്റോറിൽ സാധനമില്ല.
ഒരു അരിക്കട പോലും തുടങ്ങാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകൾ മാറിപ്പോകുന്നോ എന്ന സംശയം ജനങ്ങൾക്ക് ഇടയിലുണ്ടായാൽ എനിക്കങ്ങനെ ഒരു സംശയമുണ്ട്. അന്നത്തെ സർക്കാരിനെ നയിക്കുന്നത് ഭൂമാഫിയാണ്. കേരളത്തിൽ രൂക്ഷമായ വിലക്കയറ്റമുണ്ടായിട്ടും മാവേലി സ്റ്റോർ കാലിയായി കിടന്നു. സർക്കാരിൻ്റെ മുൻഗണനാക്രമം മാറി. മെട്രോ റെയിലിൽ നിന്ന് DMRC ഒഴിവാക്കാൻ സിംഗപ്പൂരിലേക്ക് ഉദ്യോഗസ്ഥരെ അയച്ച് സ്വകാര്യ കമ്പനിയുമായി ചർച്ച നടത്തി. എല്ലാം ദുരൂഹമായി ചെയ്തു. അങ്ങനെ പോയി സതീശന്റെ അക്കാലത്തെ വാക്കുകൾ കേട്ടു നോക്കൂ. ഏത് ഉദ്യോഗസ്ഥരായാലും ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ DMRCക്ക് ഇത് കൊടുക്കുമെന്നും ശ്രീധരൻ തന്നെയായിരിക്കും ഇതിൻ്റെ ചുമതലക്കാരനെന്നും മുഖ്യമന്ത്രിയും ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദും വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വിദേശത്ത് പോയി വിദേശ കമ്പനികളുമായി ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ നടപടി സ്വീകരിച്ചു? അത് ഗവൺമെൻറ്റല്ലേ ഉത്തരം പറയേണ്ടത്, ഉദ്യോഗസ്ഥന്മാരല്ലേ ഉത്തരം പറയേണ്ടത്. ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി അത്തരം ചർച്ചകൾ നടത്താൻ ഈ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? താങ്കൾ സംശയിക്കുന്നത് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയിൽ ചെയ്തതല്ല, ചുമതലപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഇവരൊക്കെ ചെയ്തതെന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമല്ലോ. എന്താ പറയുന്നത്? IAS-ലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, സിവിൽ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഒരു വിദേശ രാജ്യത്ത് പോയി വിദേശ കമ്പനികളുമായി ഈ മെട്രോ റെയിലിൻ്റെ കാര്യം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ഗുരുതരമായ അച്ചടക്കലംഘനവും ഗുരുതരമായ കൃത്യവിലോപവുമാണ്. നിസ്സാര കാര്യമല്ല. അത്തരം ഒരു മണ്ടത്തരം ഈ പറയുന്ന ഈ IAS ഉദ്യോഗസ്ഥരൊന്നും കാണിക്കില്ല എന്നാണ് താങ്കൾ ഞാൻ കരുതുന്നത്. കാര്യങ്ങൾക്ക് ശക്തമായ നിലപാട് പറയാത്ത, തുറന്നു പറയാത്ത ഒരു സർക്കാരായി മാറി ഉമ്മൻചാണ്ടി സർക്കാർ. എന്തുകൊണ്ട്? ഇപ്പോൾ ഭൂവിനിയോഗ ബില്ലിനെ കുറിച്ച് മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ നിൽക്കണം. പിറ്റേ ദിവസം വീണ്ടും 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ ഈ കാര്യത്തിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു. നല്ലതാണ് സംസാരിച്ചത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. മന്ത്രിസഭ ഇങ്ങനൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട്. കുറേ നിയമങ്ങൾ, ആവശ്യമായ നിയമങ്ങൾക്ക് ഭേദഗതി വരുത്താൻ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രമുഖർക്കുമെതിരെ പരസ്യമായി സംസാരിച്ച VD സതീശൻ അത് അവിടെയും അവസാനിപ്പിച്ചില്ല. UDF സർക്കാരിൻ്റെ കാലത്ത് 5ാം മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദമുയർന്നു. LDF-ലായിരുന്ന CPIM-ന്റെ സ്വതന്ത്ര MLA മഞ്ഞളാംകുഴി അലി മറുകണ്ഠം ചാടി. അദ്ദേഹം മുസ്ലിം ലീഗിലെത്തി. അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് നൽകിയ വാഗ്ദാനം മന്ത്രിസ്ഥാനമായിരുന്നു. പക്ഷേ ലീഗിലെ 4 മന്ത്രിമാരിൽ ഒരാളെപ്പോലും രാജിവെപ്പിക്കാതെ പുതിയൊരു മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് UDF-ൽ ആവശ്യപ്പെട്ടു. അത് വലിയ കോലാഹലമുണ്ടാക്കി. ഒടുവിൽ ഉമ്മൻചാണ്ടി മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി 5ാം മന്ത്രിസ്ഥാനം നൽകി. അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞവരുടെ കൂട്ടത്തിൽ അന്ന് മന്ത്രിമാരായിരുന്ന ആര്യാടൻ മുഹമ്മദും രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വളരെ പരസ്യമായി മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ച അന്നത്തെ MLA ആണ് VD സതീശൻ. അത് നമ്മൾ ദൗർബല്യമായി കണക്കാക്കിയ ആളുകൾ സമ്മർദ്ദം ചെലുത്താൻ നോക്കിയാലോ. വിവാദം 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം. ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിന് പകരം നമുക്കൊരു തെറ്റാണ് പറ്റിയതെങ്കിൽ നമ്മളത് വിലയിരുത്തണം. VD സതീശൻ എന്ന് പറഞ്ഞത് 5ാം മന്ത്രിസ്ഥാനം കേരളത്തിൽ സാമുദായിക ചേരിതിരിവുണ്ടാക്കിയെന്നാണ്. അക്കാലത്ത് മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി UDF സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PK അബ്ദുറബ്ബ് 36 സ്കൂളുകൾ മലബാർ മേഖലയിൽ അനുവദിച്ചു. നിലവിലെ സാമൂഹ്യ പശ്ചാത്തലം അലങ്കോലമായ സമയത്ത് ഇങ്ങനെ 36 സ്കൂളുകൾക്ക് അനുമതി നൽകിയത് ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കി എന്നാണ് അന്ന് VD സതീശൻ പറഞ്ഞത്. അവൻ തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിൽ 33 സ്കൂളുകൾ കൊടുത്തതായിരുന്നു. എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം ഈ 33 സ്കൂള്. ഇപ്പൊ ധൃതി എന്താ? ഇപ്പൊ തന്നെ കൊടുക്കണം. ധൃതി എന്താ? കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ? വീണ്ടും നമുക്കൊരു മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൺസോളിഡേഷൻ ഒക്കെ ഇടവരുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം. ആരും ചോദിച്ചില്ലേ? അപ്പോൾ ഇതൊരു വല്ലാത്ത കുന്തമുന തന്നെയാണ്. സമ്മതിച്ചു സതീശൻജി, സമ്മതിച്ചു. സതീശൻജിയെ മാത്രമല്ല മാതൃഭൂമിയെയും അതിൻ്റെ തലക്കെട്ട് കൊടുത്ത മഹാനെയും. പറയാതെ വയ്യ ഇത് ഏറ്റവും കഴിവുകെട്ട മന്ത്രിസഭ എന്ന് മാതൃഭൂമി തലക്കെട്ട് കൊടുത്തത്. ഒരു പക്ഷേ 2011-2016 ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ
അന്ന് ഗ്രീൻ MLA-മാർക്ക് നേതൃത്വം കൊടുത്ത VD സതീശൻ്റെ വാദമുഖങ്ങൾ മനസ്സിൽ കണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്.